സമയം പ്രത്യേകമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ദൈവികാരുണ്യ സന്നിധിയിലേക്ക് അവരെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തി അവരുടെ മേലൊന്ന് ഉയർത്തി നീട്ടിപ്പിടിക്കാം. മാമോദീസയിലൂടെ പൊതു പൗരോഹിത്യത്തിൽ പങ്കുകാരായ നമ്മൾ നമ്മുടെ മുന്നിലുള്ള എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഇവരെ മാത്രമല്ല, നമ്മൾ മനസ്സിലോർക്കുന്ന എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഈ സമയം രോഗികളായിട്ടുള്ളവരുണ്ട്, വീട്ടിലുള്ളവരുണ്ട്, ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്, തകർന്നു പോയവരുണ്ട്, നമ്മളെ സ്നേഹിച്ചവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്, മാറ്റി നിർത്തിയവരുണ്ട്, ചേർത്ത് പിടിച്ചവരുണ്ട്, ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവരുണ്ട്, മാരകമായ പാപങ്ങൾക്ക് അടിമകളായി കഴിയുന്നവരുണ്ട്, ഈ രാത്രിയിൽ മരിക്കാൻ മരണത്തെപ്പറ്റി ചിന്തിച്ച് കഴിയുന്നവരുണ്ട്, ഈ രാത്രി പാപകരമായ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി, അവിശ്വാസത്തിന്റെ വഴിയെ ചരിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ നമ്മൾ ആരെല്ലാം ഓർക്കുന്നവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടും, ആശീർവദിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കട്ടെ. ഹാലേ ആരാധന ആരാധന ഹാലേ ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് എല്ലാവർക്കും അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. സമയം വലിയൊരു ഹീലിംഗ് ഡെലിവറൻസ് പ്രയർ ഡാനിയലച്ചൻ നമുക്ക് വേണ്ടി നടത്തും. എല്ലാ വൈദികരോടും ചേർന്ന് ഇവിടെയുള്ള എല്ലാ വൈദികരും ഈ സമയം സ്റ്റേജിലേക്ക് കയറി വരാമോ? ഈ ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കൊടുവിൽ വിശുദ്ധ ജലം തളിച്ച് എല്ലാവരെയും ആശീർവദിക്കും. അതിനൊടുവിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരും. വൈദികർ അവിടെ നിന്നാൽ മതിയായിരിക്കും, സ്ഥലക്കുറവുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മൾ ആശീർവദിക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് നമ്മൾ തിരിച്ചു പോകാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നമുക്ക് സ്തുതിക്കുന്നു 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 പോലെ വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തലയെ തകർക്കും. യാക്കോബിന്റെ ദൈവമേ, നീ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലംപതിച്ചു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വകവരുത്തി. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എന്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കും. ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. അതിന് മധ്യത്തിൽ ഞാൻ അവരുടെ മഹത്വമായിരിക്കുകയും ചെയ്യും. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകരുടെ കാലിടറും. അവർ നിന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കും. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. യാക്കോബിന്റെ ദൈവമേ, നീ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലംപതിച്ചു. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ പരിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയിൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ, മത്തായി 18:18 മർക്കോസ് 3:27 മത്തായി 28:18
2 മക്കബായ 2:18 യെരമ്യാ 20:17 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്നും തിരുസഭയ്ക്ക് നൽകിയ അധികാരത്തിൽ അഭിനയ പിതാക്കന്മാർക്ക് വിധേയപ്പെട്ടു നിന്നുകൊണ്ട് ഓരോ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നസ്രാനായ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ടവരെ, ദാമ്പത്യത്തെ, മക്കളെ, തലമുറകളെ കാലാകാലങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക പീഡകളെ, അന്ധവിശ്വാസത്തിന്റെ അരൂപികളെ, വിഗ്രഹാരാധനയുടെ അരൂപികളെ, 1-ാം പ്രമാണ ലംഘനത്തിന്റെ അരൂപികളെ, 6-ാം പ്രമാണ ലംഘനത്തിന്റെ അരൂപികളെ, ജഡിക പാപത്തിന്റെ അരൂപികളെ, അഹങ്കാരത്തിന്റെ അരൂപികളെ, അസൂയയുടെ അരൂപികളെ, ഭിന്നതയുടെ അരൂപികളെ, കർത്താവായ യേശുവേ, ഇവർക്കും ഇവരുടെ കുടുംബത്തിനുമെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മറൈൻ സ്പിരിറ്റുകളെ, എല്ലാ റെപ്റ്റൈൽ സ്പിരിറ്റുകളെ, എല്ലാ സർപ്പന്റൈൻ സ്പിരിറ്റുകളെ, എല്ലാ പൈത്തോൺ സ്പിരിറ്റുകളെ, ജസബൽ സ്പിരിറ്റുകളെ, അബദോന്റെ അരൂപികളെ, അസ്മാദേവസിന്റെ അരൂപികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിന്റെ കാഴ്ചവെട്ടിലേക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഹൃദയം നൊന്ന് വിളിക്കുന്ന ഈശോയെ, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ.